വെൽക്കം ടു റെഡ് ഫ്ലെയിംസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കാണ്. പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് എന്ന് പറഞ്ഞാൽ കേക്ക് ടീനിൻ്റെ താഴെ കാരമൽ സിറപ്പ് ഒഴിച്ച് അതിൽ പൈനാപ്പിൾ സ്ലൈസസ് അറേഞ്ച് ചെയ്ത് അതിന് മേലെ കേക്ക് ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കുന്നതാണ് അപ്സൈഡ് ഡൗൺ കേക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നമുക്കിത് നല്ലൊരു കേക്കായിട്ടും കൂടാതെ ഒരു ഡെസേർട്ടായിട്ടെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. സാധാരണ ക്യാനിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പൈനാപ്പിളാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ സാധാ പൈനാപ്പിൾ വാങ്ങി സ്ലൈസ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് അരക്കപ്പ് പാലാണ്. ഇതിലൊന്ന് കേടിലയിക്കണം. അതിനായിട്ട് പാലിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസ് എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. പാല് പെട്ടെന്ന് തന്നെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യിക്കണം. കാരമൽ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടെ ചേർക്കാം. പാകത്തിനുള്ള ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതി. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ഡാർക്കറായി കിട്ടും. ഈ സിറപ്പിനി ബേക്കിംഗ് ടിന്നിലേക്ക് ആറ് സ്ലൈസ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് പീസുകളും കൂടെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രഷ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് ക്യാനിൽ കിട്ടുന്ന പൈനാപ്പിളും യൂസ് ചെയ്യാം. ഈ ഒരു ടിന്നിൽ ഇനി ഈ പൈനാപ്പിൾ പീസ് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിന് മേലെയായിട്ടാണ് നമ്മളിനി കേക്ക് ബാറ്റർ ഒഴിക്കുന്നത്. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാം. 3 മുട്ടയാണ് ഈ കേക്കിലേക്ക് നമുക്ക് ആവശ്യം. ഇതിലേക്ക് ഇനി 1 കപ്പ് പഞ്ചസാര ചേർക്കാം. 1/2 കപ്പ് എണ്ണ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് ബട്ടർ മിൽക്കാണ്. നമ്മൾ നേരത്തെ ചെറുനാരങ്ങ നീര് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാല്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സിങ്ങിനായിട്ട് ഒരു ഉണങ്ങിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ടാണ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാനുള്ള പോട്ടാണ് ഇത്. 1 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലൊരു സ്റ്റാൻഡും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ കേക്ക് ടിന്
പതുക്കെ അങ്ങ് ഇറക്കി വയ്ക്കാം. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലും വേണം ഇത് ബേക്ക് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂർ സമയം കൊണ്ട് കംപ്ലീറ്റ്ലി ബേക്കായി കിട്ടും. അപ്പോൾ ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 3/4 മണിക്കൂറായി. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ ഈ കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ടുള്ള കാരമൽ നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു സ്റ്റീം വന്നിട്ടുള്ളത്. സ്റ്റിക്ക് നല്ല ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. അതായത് കേക്ക് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനടിയിലുള്ള ഈ ഒരു കാരമൽ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് തണുത്തിട്ട് വേണം നമുക്കിത് ഡിമോൾഡ് ചെയ്യാനായിട്ട്. കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ടിന്നിലേക്ക് ഒഴിച്ചപ്പം കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ചീനച്ചട്ടിയിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് ഇതിൽ ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ബാലൻസ് ഉള്ളത് ബേക്ക് ചെയ്തത്. ഇതും നല്ലപോലെ തന്നെ ക്ലിയറായി വന്നിട്ടുണ്ട്. പൈനാപ്പിൾ അടിയിലുള്ളത് കാരണമാണ് നമ്മളിന്ന് കേക്ക് ടിന്നിന് ലൈനിങ് കൊടുക്കാതിരുന്നത്. നല്ല സോഫ്റ്റാണ്. സൈഡൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. കേക്ക് ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ്. കേക്കിൻ്റെ ഈ ഒരു ഭാഗം ക്യാരമലാണ്. ഇതിൻ്റെ ഈ മേലെയുള്ള ഈ പൈനാപ്പിൾ നല്ലപോലെ ബേക്കായൊരു പൈനാപ്പിളാണ്. ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ഡെസേർട്ട് കഴിക്കുന്ന അതേ ഫീല് കിട്ടും. ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.